ബദിയടുക്ക ചേടിക്കാനയിൽ പൂട്ടിയിട്ട വീട് കുത്തിത്തുറന്ന് 15 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. വീടിനകമാകെ കള്ളന്മാർ വിളയാടിയ നിലയിലാണ്. സമീപത്തെ മറ്റ് 2 വീടുകളിലും കവർച്ചാശ്രമം നടന്നു. പൈപ്പ് കൊണ്ടടച്ചിട്ടും മോഷ്ടാക്കളിൽ ഒരാളുടെ ഭാഗികമായ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ചേടിക്കാനയിലെ മുഹമ്മദ് ഷാഫിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. ഷാഫി ചൊവ്വാഴ്ച രാത്രി വീട് പൂട്ടി കുടുംബസമേതം ബന്ധുവീട്ടിലേക്ക് പോയതായിരുന്നു. ബുധനാഴ്ച രാവിലെ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. വീടിന്റെ അടുക്കളവാതിൽ കുത്തിത്തുറന്നതായി കാണപ്പെട്ടു. വീട്ടിനകത്തെ അലമാരകൾ കുത്തിത്തുറന്ന് വസ്ത്രങ്ങൾ വാരിവലിച്ചിട്ട നിലയിലായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 15 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായി ബോധ്യപ്പെട്ടത്. വീട്ടിൽ നിന്നാണ് മോഷണം പോയത്. കൂടുതലായിട്ട് പോയത് ഒരു വീട്ടിൽ നിന്നാണ്. അതായത് ഫർണിച്ചർ മൊത്തം അടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഡോറ്, കപ്പാട്ട്, മറ്റ് ഫർണിച്ചറെല്ലാം മൊത്തം അടിച്ചു പൊളിച്ചിട്ടുണ്ട്. 2 വീട്ടിൽ നിന്നും ഡോറൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് മൊത്തമായിട്ട്. കൂടുതലായിട്ട് അവർ സെർച്ച് ചെയ്തിന് ഗോൾഡ് അകത്തുനിന്നുണ്ടാകുന്ന വേണ്ടിയിട്ട് അവർ സെർച്ച് ചെയ്തിന്. പക്ഷെ അവിടെ നിന്നും കിട്ടിയിട്ടില്ല. ഒരു വീട്ടിൽ നിന്നാണ് കൂടുതൽ പോയത്. വിശദമായ പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ മറ്റെന്തൊക്കെ സാധനങ്ങളാണ് നഷ്ടപ്പെട്ടതെന്ന് കൃത്യമായി അറിയാൻ സാധിക്കൂ. അതേസമയം പണം നഷ്ടമായിട്ടുമില്ല. വീട്ടിലെ CCTV ക്യാമറ മോഷ്ടാക്കൾ PVC പൈപ്പ് ഉപയോഗിച്ച് മറച്ച ശേഷമാണ് മോഷണം നടത്തിയത്. എങ്കിലും മോഷ്ടാവിന്റെ ഭാഗികമായ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്തുള്ള മറ്റ് 2 വീടുകളിലും കവർച്ചക്കാർ എത്തിയതിന്റെ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഷാഫിയുടെ ബന്ധുവായ മുഹമ്മദ് കലന്തർ, അബ്ദുൽ ഖാദർ എന്നിവരുടെ വീടുകളിലാണ് കവർച്ചാശ്രമം നടന്നത്. നമ്മളെ തൊട്ടടുത്തുള്ള 3 വീടുകളാണ് ഇന്നലെ രാത്രി മോഷണം നടന്നത്. അപ്പോൾ അതിൽ ഈ വീട്ടിൽ നിന്നാണ് 15 പവൻ സ്വർണ്ണം നഷ്ടപ്പെട്ടത്. പിന്നെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ലാപ്ടോപ്പ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ തൊട്ടടുത്തുള്ള വീട് അവർ ഗൾഫിലാണ്. പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ വീടുണ്ട്. അങ്ങനെ 3 വീടുകളിലാണ് ഇന്നലെ രാത്രി മോഷണം നടന്നത്. ആ വീടുകളൊന്നും മുതലുകളൊന്നും നഷ്ടപ്പെട്ടില്ലെങ്കിലും ഈ വീട്ടിൽ നിന്നും നല്ല നാശനഷ്ടങ്ങളുണ്ട്. വീടിലെ കബോർഡുകളും മറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ 2 കുടുംബങ്ങളും ഗൾഫിലായതിനാൽ ഇവരുടെ വീടുകൾ പൂട്ടിയിട്ട നിലയിലാണ്. 2 വീട്ടിലും സ്വർണമോ പണമോ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കളോ ഒന്നുമില്ലാതിരുന്നതിനാൽ മോഷ്ടാക്കൾ നിരാശയോടെ തിരിച്ചുപോയതായിരിക്കാമെന്നാണ് കരുതുന്നത്. മോഷണം നടന്ന വീടും മോഷണ ശ്രമങ്ങൾ നടന്ന വീടുകളും ഒരേ കോമ്പൗണ്ടിലാണ്. അതേസമയം സംഭവം സംബന്ധിച്ച് രാവിലെ തന്നെ വിളിച്ചറിയിച്ചിട്ടും വൈകുന്നേരം വരെയും പോലീസ് എത്തിയിട്ടില്ലെന്ന പരാതിയും ആരോപണവും പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.